നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിച്ച് UAE പതാക ദിനം ആചരിച്ചു. ദേശസ്നേഹത്തിന്റെ ആരവങ്ങളിൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇന്നലെ രാവിലെ 11-ന് പതാക ഉയർത്തൽ നടന്നു. പതാക ദിനമായ ഇന്ന് വാരാന്ത്യ അവധി ദിനമായതിനാൽ ഇന്നലെ പതാക ദിനം ആചരിക്കുകയായിരുന്നു. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനോടുള്ള വിശ്വസ്തതയും പ്രതിജ്ഞതയും പുതുക്കുന്നതിനുള്ള അവസരം കൂടിയാണിത്. വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരം 2012-ലാണ് പതാക ദിനം സ്ഥാപിച്ചത്. ലുലു ഗ്രൂപ്പിന്റെ അബുദാബിയിലെ ആസ്ഥാനത്ത് നടന്ന പതാക ദിനാചരണത്തിൽ ചെയർമാൻ MA യൂസഫ് അലിയും അബുദാബി പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിന് അബുദാബിയിൽ പ്രൗഢോജ്വല തുടക്കം. 3000-ലേറെ ഡ്രോണുകൾ അബുദാബി അൽവതുബയുടെ ആകാശത്ത് അണിനിരന്ന് UAEയുടെ ചരിത്രവും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ഛായാചിത്രവും വരച്ചപ്പോൾ ഉദ്ഘാടന ദിവസമെത്തിയ സന്ദർശകർക്ക് അവസ്മരണീയമായ ദൃശ്യവിരുന്നൊരുക്കി. ഡ്രോൺ ഷോയാണ് ഫെസ്റ്റിവലിന് മികച്ച തുടക്കം സമ്മാനിച്ചത്. കൂടാതെ ഉത്സവ കേന്ദ്രത്തിന്റെ മധ്യഭാഗത്തായി സ്ഥാപിച്ച എമിറേറ്റ്സ് ഫൗണ്ടനിൽ നിന്നും ലേസർ ഷോയും ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. UAEയുടെ പരമ്പരാഗത നാടോടി നൃത്തങ്ങൾ, അബുദാബി പോലീസിന്റെ ബാൻഡ് വാദ്യം, ഓപ്പൺ സർക്കസ്, രാജ്യാന്തര കലാപരിപാടികൾ എന്നിവ ഉദ്ഘാടന ദിനത്തെ സവിശേഷമാക്കി. മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ലൈൻ മാറുന്നവർക്ക് 1000 ദിർഹം പിഴ ചുമത്തുമെന്ന് അബുദാബി പോലീസ്. അശ്രദ്ധയോടെ വാഹനം ഓടിക്കുകയും പെട്ടെന്ന് ലൈൻ മാറുകയും ചെയ്തതിനെ തുടർന്ന് പലതവണ കരണം മറിഞ്ഞ് എതിർ ദിശയിലേക്ക് പോയ വാഹനത്തിന്റെ 23 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് മുന്നറിയിപ്പ്. തലനായി അരിക്കാണ് മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാതിരിക്കുന്നത്. അമിത വേഗതയും അശ്രദ്ധയോടെയുമുള്ള ഡ്രൈവിംഗുമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. ഈ വാഹനം ഇടിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാനായി പിറകിലേക്കും വശങ്ങളിലേക്കും മാറിയ മറ്റു വാഹനങ്ങളും കൂട്ടിമുട്ടിയിരുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.